Hi 10th, welcome back to my channel Heron's HubSpot. And we were discussing about exercise 13.1 and we have completed that exercise and it is a try time to start the next session. Now we can write the side heading volume of a combination of solids. Let me tell you one thing, this session is very important. You just compare this session with the previous session. After learning this session, after discussing a few questions from this session, just compare this session with the previous. You can find a vast difference between these two sessions, because this is a little bit, I will not say this is difficult, but little bit difficult to understand the concept in here, and most of the question will be from this kind of session because it is little bit more standard while we compare with the last exercise and last examples which we discussed. You may understood that these are very simple. ഇതിലൊരു എന്താണ് ഒരു ടിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നുമില്ല. ഡയറക്റ്റായിട്ടുള്ള നമുക്കറിയാവുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇനി ഇതിൽ കുറച്ച് വളരെ ഡെപ്തിൽ, ഇപ്പം നിങ്ങൾ പോയതിനേക്കാൾ ഡെപ്തിൽ നന്നായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ എക്സസൈസിലുള്ളത്. സോ ലെറ്റ് മീ റിപ്പീറ്റ് വൺസ് അഗൈൻ, ദിസ് ഈസ് ഗോയിങ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെഷൻ ഇൻ ദിസ് ചാപ്റ്റർ. ഓക്കെ, അപ്പം നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കുക. ആൻഡ് റൈറ്റ് എ സൈഡ് ഹെഡിങ് വോളിയം ഓഫ് കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് ആൻഡ് എക്സാമ്പിൾ 5. റീഡ് ഇറ്റ് ഔട്ട്. So I'm not leaving any question. I will try to explain all the index question for you. Example 5, Shanda, or with respect you can call her as Shandechi. So example 5, Shandechi runs an industry in a shed which is in the shape of a cuboid surmounted by a half cylinder. കണ്ടോ, ഇപ്പോൾ തന്നെ ഒരു ടിസ്റ്റ് ആയില്ലേ ഒരു വിധം അല്ലേ? അതായത് ശാന്തേച്ചി ഒരു ഇൻഡസ്ട്രി നടത്തുവാണ്, വർക്ക്ഷോപ്പ് നടത്തുവാണ്. ഇൻ എ ഷെഡ്, ഈ ഒരു ഷെഡിലാണ് വർക്ക്ഷോപ്പ് നടത്തുന്നത്. വിച്ച് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ക്യൂബോയിഡ് സർമൗണ്ടഡ് ബൈ എ ഹാഫ് ഓഫ് സിലിണ്ടർ. അതായത് ഒരു ക്യൂബോയിഡിൻ്റെ മുകളിൽ ഒരു സിലിണ്ടറിൻ്റെ ഹാഫ് കയറ്റി വെച്ച പോലെ. ഫിഗർ ഇസ് ഗിവൺ ദ. ഒരു ക്യൂബോയിഡാണ് താഴത്തെ പോർഷൻ. മുകൾ ഭാഗത്ത് റൂഫ് എങ്ങനെ, ഒരു സിലിണ്ടറിൻ്റെ ഹാഫ് അല്ലേ? ഒരു സിലിണ്ടറിൻ്റെ നേർ പകുതിയല്ലേ ഈ മുകളിലത്തെ റൂഫ്? അത്ര മാത്രമേ ഉള്ളൂ. താഴെ എന്താണ്? ക്യൂബോയിഡാണ്. മുകളിലത്തെ ഭാഗം സിലിണ്ടറിൻ്റെ റൂഫാണ്. പക്ഷേ ഹാഫ് ഓഫ് സിലിണ്ടറേ ഉള്ളൂ. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ, നോ? ഓക്കെ, ഇതൊക്കെ എത്രയോ നമ്മുടെ റിയൽ ലൈഫിൽ കാണുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, അല്ലേ? ഇഫ് ദ ബേസ് ഓഫ് ദ ഷെഡ് ഈസ് ഓഫ് ഡയമെൻഷൻ 17 മീറ്റർ ഇൻറ്റു 15 മീറ്റർ ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ക്യൂബോയിഡൽ പോർഷൻ ഈസ് 18 മീറ്റർ. ഇൻ ഷോർട്ട്, base is cuboid, no? Its dimension is given as 7 meter into 15 meter. It stands for length into breadth. That means length is for 7 meter and breadth is 15 meter and height is separately given 8 meter. Height of the cuboidal portion, not the total height. It is specifically it is given as height of the cuboidal portion, not the all portion to cuboidal portion. Height of the cuboidal portion is given as 8 meter and since it is a cuboid, length and breadth also given. And find the volume of the air that the shed can hold. That is the first question. Find the volume of the air that the shed can hold. So let us think about that first. One more sub question is there, and anyway let me calculate the total volume of the air that the shed can hold. Okay, നിങ്ങളിപ്പോൾ നോക്കാം, ഞാൻ ഈ ഒരു ഗ്ലാസ് പിന്നെ വേറൊരു ഗ്ലാസ്, ഇതാ ഈ ഗ്ലാസ്, താഴത്തെ ഗ്ലാസിൻ്റെ മുകളിൽ ഇങ്ങനെ മേലത്തെ ഗ്ലാസ് വെച്ചു. ഇനി ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് നിങ്ങളോട് ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമായിരുന്നു? ഇതിൻ്റെ കേവ്ഡ് സർഫസ് ഏരിയ, പിന്നെ ഇതാ അല്ലേ, ഇതൊരു സോളിഡാണെന്ന് വിചാരിക്കുക, ഇത് എന്തെങ്കിലും ഒരു രൂപമാണെന്ന് വിചാരിക്കുക, എന്തോ ഒരു ഭംഗിയുള്ള രൂപം. ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ് ഈ പിടിയൊന്നും ഇവിടെ ഇല്ലയെന്ന് വിചാരിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ഇങ്ങനെ നിങ്ങൾ കണ്ടോളൂ. എങ്കിൽ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ഇങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുക. ആദ്യം എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ബേസ് ഏരിയ അല്ലേ, പിന്നെ താഴത്തെ ഗ്ലാസിൻ്റെ കേവ്ഡ് സർഫസ് ഏരിയ, മുകളിലത്തെ ഗ്ലാസിൻ്റെ കേവ്ഡ് സർഫസ് ഏരിയ, പിന്നെ മുകളിലത്തെ ഗ്ലാസിൻ്റെ അപ്പർ ബേസ് ഏരിയ. ഇത്രയും കാര്യമാണ് നിങ്ങൾക്ക് വിസിബിൾ. ഇത്രയും കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യും. ഇനി സപ്പോസ് ഞാൻ ചോദിക്കുന്നത് വോളിയം ആണെങ്കിൽ, ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സപ്പോസ് ഇതിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കാൻ നിങ്ങളോട് പറയുന്നതെങ്കിൽ, ഇതിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സർഫസ് പ്ലസ് ബേസ് പ്ലസ് സർഫസ് ഏരിയ, കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ അപ്പർ ഗ്ലാസ് പ്ലസ് അപ്പർ ബേസ് ഓഫ് ദ അപ്പർ ഗ്ലാസ്, ഇത്രയും അപ്പർ ബേസ് ഏരിയ ഓഫ് ദ അപ്പർ ഗ്ലാസ്, ഇത്രയും നിങ്ങൾ കൺസിഡർ ചെയ്തു. ഇനി സപ്പോസ് ഇതിൻ്റെ വോളിയമാണ് ചോദിക്കാൻ പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ സർഫസുമായിട്ട് അതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഈ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ അകത്ത്
എത്ര അകത്ത് എത്ര വെള്ളം കൊള്ളും, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എത്ര എയർ ഉണ്ട്, ഇതിൻ്റെ അകത്ത് എയർ ഉണ്ടോ? സാറ് ഇതിങ്ങനെ മൂടി വെച്ചേക്കല്ലോ, പിന്നെ ഇങ്ങനെ അടുത്ത അകത്ത് എയർ കയറുക? ഇല്ല. ഏതൊരു വസ്തുവിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? എയർ ഉണ്ട് അല്ലേ? എയർ നിൽക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൻ്റെ ഈ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള എയറിൻ്റെ അളവ് എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഈ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ടോട്ടൽ എയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എന്തൊക്കെ നമ്മൾ ആഡ് ചെയ്താൽ ഇതിൻ്റെ ടോട്ടൽ വോളിയം അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് എയർ ഇൻസൈഡ് ഇറ്റ് കിട്ടും? വോളിയം ഓഫ് ദ ലോവർ ഗ്ലാസ് പ്ലസ് വോളിയം ഓഫ് ദ അപ്പർ ഗ്ലാസ് അല്ലേ? അതായത് ലോവർ ഗ്ലാസിൻ്റെ വോളിയം കണ്ടുപിടിക്കുമ്പം അതിൻ്റെ ഉള്ളിൽ എത്ര വായു ഉണ്ടെന്ന് കിട്ടും. അപ്പർ ഗ്ലാസിൻ്റെ വോളിയം കണ്ടുപിടിക്കുമ്പം അതിൻ്റെ ഉള്ളിൽ എത്ര എയർ ഉണ്ടെന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ വോളിയം കൂടെ ആഡ് ചെയ്താൽ മൊത്തം എയർ ഇൻസൈഡ് ഇറ്റ് ആയില്ലേ? ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ നോ? ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ആ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്നത്. ഇതിനുള്ളിൽ എത്ര വെള്ളം കൊള്ളും, ഇതിലെത്ര വെള്ളം കൊള്ളും, പ്ലസ് ഇതിലെത്ര വെള്ളം കൊള്ളും, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അതായത് ഇതിൻ്റെ വോളിയം പ്ലസ് ഇതിൻ്റെ വോളിയം അത് തന്നെയായിരിക്കും വാട്ടറിൻ്റെ എമൗണ്ടും. ഇറ്റ് ഈസ് വെരി ക്ലിയർ നോ? സോ ലെറ്റ് us apply the same concept in this question. See, and here Shandechi's workshop, it is in the shape of what? It is a lower portion is in the shape of cuboid. Let me draw that. Now this color is, it's not a sharp color. Let me use another marker. So Shandechi's workshop, it is in the shape, the lower portion is in the shape of a cuboid. Let me draw that. ഒരു ക്യൂബോയിഡൽ പോർഷനാണ്, ഒരു ക്യൂബോയിഡൽ ഷേപ്പിലാണ് ശാന്തേച്ചിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ലോവർ പോർഷൻ വന്നേക്കുന്നത്. സോ അത് ഞാൻ വരയ്ക്കുന്നു. ഇതാ ഓൾമോസ്റ്റ് നമ്മളെല്ലാം എല്ലാ സൈഡും വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഒരു ഐഡിയ മാത്രം. ഓക്കെ, ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഇതുണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾ മനസ്സിൽ വെച്ചോളാം. ഓക്കെ, അങ്ങനെ. ഓക്കെ, അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നു ശാന്തേജി? ഒരു സിലിണ്ടർ ഇങ്ങനെ, ഒരു സിലിണ്ടറിൻ്റെ പകുതി ഇതാ ഇങ്ങനെ ഒരു സിലിണ്ടറിൻ്റെ പകുതി കയറ്റി വെച്ചേക്കുന്നു. നിങ്ങൾക്ക് അതിൻ്റെ ഷേപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താഴെ ക്യൂബോയിഡ്, മുകളിൽ ഹാഫ് ഓഫ് ദ സിലിണ്ടർ. ഇത് മൊത്തം വരുമ്പോഴാണ് ഫുൾ ഓഫ് ദ സിലിണ്ടർ, പക്ഷേ അതിൻ്റെ ഹാഫ് മതി റൂഫിന് ഇത് ഉപയോഗിക്കുന്നു. ആൻഡ് ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് ടു കാൽക്കുലേറ്റ്, ടെൽ മീ. സോ ഓൾ ദ തിങ്സ് വിച്ച് ഈസ് ഗിവൺ യു ഹാവ് ടു റൈറ്റ്. Given the length and breadth and height of the cuboidal portion are 7 meter, 15 meter and what? 8 meter, no? So it is given in the question, the length is what? Length of the cuboidal portion is 7 meter and breadth is given as what? 15 meter and height of the cuboidal portion, it is B, and height of the cuboidal portion is nothing but H. That is given as what? That is given as, tell me. സോറി, ഫിഗറിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്ന ഫിഗർ തന്നെ നമ്മൾ വരയ്ക്കണം. കാരണം ആ ക്വസ്റ്റ്യനിൽ ഫിഗർ അടക്കം തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അടയാളപ്പെടുത്തണമായിരുന്നു. ആ ഫിഗറിൽ പറയുന്നത് ലെങ്ത്ത് 7 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രെഡ്ത്ത് ശരിയാണ് കേട്ടോ. ലെങ്ത്ത് ഈസ് 7 മീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ഈസ് 15 മീറ്റർ ആൻഡ് ഹൈറ്റ് ഈസ് ഗിവൺ ആസ് 8 മീറ്റർ. Any doubt? It is already given in the question. So it is, all the things are given in the question and you can write all the things which is given. Tell me. Given that length, breadth and height of the cuboidal are 7 meter, 15 meter and 8 meter respectively. And here what is the question actually? Here the question is to calculate the total, tell me, total amount of air inside it. അതായത് ഈ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ എത്ര എയർ കൊള്ളും അല്ലേ? ഫൈൻഡ് ദ വോളിയം ഓഫ് ദ എയർ ദാറ്റ് ക്യാൻ ബി ഹോൾഡ് ഇൻ ദിസ് ഷെഡ്. ഈ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ എത്ര എയർ കൊള്ളും, ഏതിൻ്റെയൊക്കെ വോളിയം, അതായത് ഇതിൻ്റെ ഉള്ളിൽ എത്ര എയർ കൊള്ളും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ വോളിയം അല്ല ഉദ്ദേശിക്കുന്നത്. സോ ടോട്ടൽ എമൗണ്ട് ഓഫ് എയർ ഇൻസൈഡ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഗിവൺ ബൈ വാട്ട്? ടോട്ടൽ വോളിയം. എനി പ്രോബ്ലം? ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ. ടോട്ടൽ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക? വോളിയം ഓഫ് ദ ക്യൂബോയിഡൽ പോർഷൻ പ്ലസ് വാട്ട്? വോളിയം ഓഫ് ദ അപ്പർ പോർഷൻ എന്ന് പറയാം. അത് വോളിയം ഓഫ് ദ സിലിണ്ടറിക്കൽ പോർഷൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഹാഫ് ഓഫ് സിലിണ്ടർ അല്ലേ. അപ്പോൾ വോളിയം ഓഫ് ദ ക്യൂബോയിഡൽ പോർഷൻ പ്ലസ് വോളിയം ഓഫ് ദ അപ്പർ പോർഷൻ എന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം, വോളിയം ഓഫ് ക്യൂബോയിഡൽ പോർഷൻ പ്ലസ് വാട്ട്? വോളിയം ഓഫ് അപ്പർ portion. I think it is very clear and you may understood, no? And volume of cuboidal portion, which is a formula for calculating volume of the cuboidal portion. What is the formula for calculating volume of cuboid? L into depth il manasilakkanam, B into H.
plus what is the formula for calculating volume of the upper portion? Volume of the upper portion is half of a cylinder. അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റൻ ഫോർമുല എന്താ? വാട്ട് ഈസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് വോളിയം ഓഫ് എ സിലിണ്ടർ? വോളിയം പൈ ആർ സ്ക്വയർ എച്ച്. അപ്പോൾ സിലിണ്ടറിൻ്റെ ഹാഫല്ലേ ഇവിടെയുള്ളൂ, അപ്പോൾ ഹാഫിൻ്റെ പൈ ആർ സ്ക്വയർ എച്ച് പോരെ ഇവിടെ? അതെ, കാരണം പൈ ആർ സ്ക്വയർ എച്ച് എന്ന് പറയുമ്പം ഒരു സിലിണ്ടറിക്കൽ പോർഷൻ്റെ വോളിയമാണ്, പക്ഷേ അതിൻ്റെ ഹാഫല്ലേ ഇവിടെ ഉള്ളൂ, അപ്പോൾ ഹാഫിൻ്റെ പൈ ആർ സ്ക്വയർ എച്ച് പോരെ? യെസ്, ദാറ്റ് ഈസ് ഇറ്റ് വിൽ ഗിവ് യു ദ വോളിയം ഓഫ് ദ ഹാഫ് ഓഫ് ദ സിലിണ്ടറിക്കൽ പോർഷൻ ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്, ഇറ്റ് ഈസ് ജസ്റ്റ് ഹാഫ് ഓൺലി. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഓക്കെ, and now it is the time to substitute everything. LBH it is given because it is all the dimensions are okay. And let me tell you one thing, is there any need to mark it as H1 and H2? Tell me that. ഇവിടെ എൽ ബി ഉണ്ട്, ഇവിടെ എൽ ബി ഇല്ല, അതുകൊണ്ട് എൽ ബിനെ എൽ ബി എന്ന് തന്നെ ഇവിടെ എഴുതിയാൽ മതി. L1 ഉം B1 എന്ന് എഴുതേണ്ട കാര്യമില്ല, കാരണം എല്ലും ബി ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമല്ല അതിന് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇവിടെ എച്ച് ഉണ്ട്, ഇവിടെ എച്ച് ഉണ്ട്, ഇതിനെ ഞാൻ H1 ഉം H2 എന്നും വിളിക്കും. കാരണം എന്താ? ഹിയർ H1 സ്റ്റാൻഡ്സ് ഫോർ ദ ഹൈറ്റ് ഓഫ് ദ ക്യൂബോയിഡ് ആൻഡ് H2 സ്റ്റാൻഡ്സ് ഫോർ ദ height of the cylinder because it came from the cylindrical portion. So H2 is nothing but the height of the cylinder and H1 is nothing but the height of the cuboid. That both may be different. That's why I have mentioned it as H1 and H2. Don't forget to mention like that, please. H1 ഇതൊക്കെയാണ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എത്ര ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു എക്സാമിനറിന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, H1 H2 എന്ന് തന്നെ ഡിനോട്ട് ചെയ്യുക. H1 സ്റ്റാൻഡ്സ് ഫോർ ദ ഹൈറ്റ് ഓഫ് ദ ക്യൂബോയിഡ്, ഇവിടെ H2 സ്റ്റാൻഡ്സ് ഫോർ ദ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ. നല്ല ഡെപ്തിൽ മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, ആൻഡ് ലെറ്റ് മീ ടെൽ യു വൺ തിങ്, LB is given and H1, that is height of the cuboid also given, but here 1/2 is constant, no problem, pi is constant, no problem. R and H2 is, that means R is the radius of the cylinder. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. തന്നിട്ടില്ല, ഡയറക്റ്റ് തന്നിട്ടില്ല. റേഡിയസ് ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റിന് തന്നിട്ടില്ല, ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടും ക്വസ്റ്റിന് തന്നിട്ടില്ല. അപ്പോൾ ആറും H2 നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ നോക്കിയോ, ഇതായിരിക്കുമല്ലോ. നോക്കി, നിങ്ങളൊന്നും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ മനസ്സിൽ നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഇതൊരു സിലിണ്ടർ ആണല്ലോ, ഇത് സിലിണ്ടറിൻ്റെ ബേസാണ്. ആ ബേസ് ശരിക്കും ഇങ്ങനെയാണ്. ശരിക്കും ഒരു സിലിണ്ടറിൻ്റെ ബേസ് മൊത്തം സർക്കിളാണ്, ഇവിടെ പകുതിയാണ് വെച്ചതുകൊണ്ട് ഹാഫ് സർക്കിളാണ് വന്നിട്ടുള്ളത്. എനിവേ ഇറ്റ് ഈസ് വാട്ട്? ഡയമീറ്റർ. സംശയമുണ്ടോ? നിങ്ങൾ വേണമെങ്കിൽ അതൊന്ന് മനസ്സിലൊന്ന് കംപ്ലീറ്റ് ആക്കി നോക്കി. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള പോർഷനാണ് എന്ത്? ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് താഴെയുള്ള സിലിണ്ടറിൻ്റെ സർക്കിൾ എന്ന് വെച്ചാൽ ഇത്, അതിൻ്റെ ഇതാണല്ലോ ഡയമീറ്റർ. അത് തന്നെയല്ലേ ഇത് അല്ലേ? അത് കംപ്ലീറ്റ് സർക്കിൾ വരച്ചില്ല എന്നുള്ളൂ. എനിവേ ദിസ് ഈസ് ഡയമീറ്റർ നോ. സോ ഈ ലെങ്ത്ത് ഡയമീറ്റർ ആണെങ്കിൽ ഈ ലെങ്ത്ത് എന്താ കിട്ടുക? ഈ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ താഴെ കാണുന്ന ഇതായിരിക്കില്ലേ? അതായത് ഇത് 7 മീറ്റർ ആണെങ്കിൽ ഇതും എന്താണ്? 7 മീറ്റർ. അതായത് ഡയമീറ്ററും എന്താണ്? 7 മീറ്റർ. ഐ തിങ്ക് ഇറ്റ് ഇസ് വെരി ക്ലിയർ നോ. അത് 7 മീറ്റർ. അപ്പോൾ ഡയമീറ്റർ 7 മീറ്റർ കിട്ടി. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ എന്ത് എഴുതാം? എന്ത്? ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 7 മീറ്റർ. സോ വാട്ട് വിൽ ബി റേഡിയസ്? ടേക്ക് ദ ഹാഫ് 7/2. സോ ബിഫോർ ദാറ്റ് യു ഹാവ് ടു മെൻഷൻ ഓൾ ദ തിങ്സ് ആർ ഇൻ മീറ്റർ ഓർ നോട്ട്. എല്ലാ ഡയമെൻഷനും മീറ്ററിലാണോ നോക്കണം. അതേന്ന് തോന്നുന്നു. അതെ. സോ 7/2 മീറ്റർ. ഐ തിങ്ക് ഇറ്റ് ഇസ് വെരി ക്ലിയർ. ഇനി നമുക്ക് ഹൈറ്റാണ് വേണ്ടത്. ഹൈറ്റ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഒരു സിലിണ്ടർ, ഞാൻ ആ സിലിണ്ടറിനെ ഒന്ന് സെപ്പറേറ്റ് ഇവിടെ വരയ്ക്കുകയാണ്. ശരിക്കും വർക്ക്ഷോപ്പിൽ അതിൻ്റെ പകുതിയേ ഉള്ളൂ. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഇവിടം മുതൽ ഇവിടം വരെയാണ്. അതായത് ഇതാണ് ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ ഇതായിരിക്കുമല്ലോ. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതെത്രയാണോ ലെങ്ത് അത് തന്നെയാണല്ലോ ഹൈറ്റിൽ വരിക അല്ലേ? അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള സൈഡാണല്ലോ ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് തരിക. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒന്നും വേണമായിരിക്കും. എന്താ? ഇത് സിലിണ്ടർ ആണെങ്കിൽ ഇതാണ് ഒറിജിനൽ ഹൈറ്റ്. ഇതെന്ന് പറയുന്നതും ഈക്വലാണ്. അപ്പോൾ ഇത് കിട്ടിയാൽ അത് തന്നെയായിരിക്കും ഹൈറ്റ്. അതുപോലെ തന്നെയല്ലേ ഇതാ ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് അല്ലേ തരിക? യെസ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ. വാട്ട് ഈസ് ദാറ്റ്? ഇഫ് ദിസ് ഈസ് 15 മീറ്റർ, ദിസ് ഈസ് ഓൾസോ വാട്ട്? 15 മീറ്റർ. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ. ദിസ് ഈസ് മൈ ലിമിറ്റ്. ദിസ് ഈസ് ഓൺലി വൺ വേ ഐ നോ ഹൗ ടു എക്സ്പ്ലെയിൻ. 15 meter. So in short, radius is given as 7/2 and height we got it as 15 meter. Any problem? No. And let us substitute everything. L, what is L? L stands for the length of the cuboid, 7. B, 15. And what is H1? H1 stands for the height of the cuboid. What is that? 8. Height of the cuboid is 8. Then half. ഇവിടെ നമുക്ക് H2 എന്ന് മെൻഷൻ ചെയ്യാം. കാരണം ഹൈറ്റ് ഓഫ് ദ സിലിണ്ടറിനെ നമ്മൾ H2 എന്നാണല്ലോ കൊടുത്തത്. H2 ഡൗട്ടൊന്നും വരരുത്. കാരണം നിങ്ങൾ ഇവിടുന്ന് H എന്ന് മെൻഷൻ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഇതിന് പകരം അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകാം. അങ്ങനത്തെ സംശയങ്ങളും കൺഫ്യൂഷൻസും കൊണ്ട് ഒരുപാട് തെറ്റുകൾ വരുത്തുന്നുണ്ട് കുട്ടികൾ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ അത് വരുത്തരുത്. മനസ്സിലാക്കിയാൽ തെറ്റ് വരില്ല നമുക്ക്. ഓക്കെ, because H1 stands for the height of the cuboid, that is directly given as 8 meter. You are supposed to substitute H1 as 8, then half into, you may understand from where this half came and all, and pi is there. And you know what is R square? R square is nothing but the radius of the cylinder, its square. So 7/2, no? 7/2. So
So r square is nothing but r is nothing but 7 by 2. R square is nothing but 7 by 2 into 7 by 2 into h2. What is h2? h2 is nothing but height of the cylinder. That we got it as 15. I think it is very clear, no? Okay. Substitute everything. And 7 into 5. Okay. ഇതാണ് ഒരു ടൈം, ഇതാണ് സെക്കൻഡ് ടൈം. അത് എന്തുകൊണ്ടാണ്? കാരണം പ്ലസ് ആണ് ടേംസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമും ഇത് സെക്കൻഡ് ടൈം, ഇവിടെയൊക്കെ മൾട്ടിപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഇത് ഒറ്റ ടൈമാണിത്, ഇതൊരു ടൈം. അപ്പോൾ ഈ രണ്ട് ടൈമിലും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കോമൺ ഔട്ട്സൈഡ് എടുക്കാം. കോമൺ ഔട്ട്സൈഡ് എടുത്താൽ ഞാൻ പറയുന്നു പെട്ടെന്ന് ആൻസർ കിട്ടും. ഈ ടൈമിലും കൂടെ കോമൺ ഏതൊക്കെയാണ്? ഇവിടെ 7 into 15 ഉണ്ട്. ഇവിടെ നോക്കി 7 into 15 ഇല്ലേ? അതായത് 7 into 15 നിങ്ങൾക്ക് കോമൺ ആക്കി ഔട്ട്സൈഡ് എടുത്തുകൂടെ? അപ്പോൾ 7 into 15 ഇതിൽ വന്നു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട് ഇവിടെ? 8. മനസ്സിലായില്ലേ? എത്ര പെട്ടെന്ന് കിട്ടി നോക്കി. ബാക്കി ഇവിടെ ഹാഫ് ഉണ്ട്, പൈ ഉണ്ട്, പിന്നെ 7 into 15 പുറത്തുണ്ട്. ബാക്കി പിന്നെ ഇതിലൊരു 7ഉം ഉണ്ട്, താഴെയുള്ളൊരു 2 into 2 4ഉം ഉണ്ട്. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഒരു 7 ഉണ്ടാവും, കാരണം ഒരു 7ഉം 15ഉം ആണ് പുറത്ത് വന്നത്. ഒരു 7ഉം താഴെയുള്ള 2 into 2 4ഉം ഉണ്ടാവുമല്ലോ. ഓക്കെ. സോ 7 into 15 into 8 plus half into pi you can replace as 22 by 7 into 7 by 4. സോ പെട്ടെന്ന് കിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ 7ഉം 7ഉം ക്യാൻസൽ ആവും. ഈ 2ഉം 4ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ 2ഉം 22ഉം ക്യാൻസൽ ആക്കാം അല്ലേ? 2ഉം 22ഉം ക്യാൻസൽ 11 വന്നു. ബാക്കി എന്തുണ്ട്? നിങ്ങൾ നോക്കി ആലോചിച്ച് 7 into 15 ഉണ്ട് പുറത്ത്, 8 ഉണ്ട്, പ്ലസ് നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് തെറ്റുണ്ടെങ്കിൽ തെറ്റ് വരുന്നുണ്ടോ നോക്കണം. 11 by 4. ഓക്കെ, ഇല്ലാത്ത പോലെയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ കിട്ടി. 7 into 15 ഉണ്ട് പുറത്ത്, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. 15 ഇഷ്ടം 3 105 ആണ് കിട്ടുക അല്ലേ? യെസ്. ഇൻറ്റു വാട്ട് ഈസ് 8 plus 11 by 4? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 8 into 4 32 അല്ലേ? 32 plus 11 42 43 43 by 4 എന്നാണ് കിട്ടുക. ഇനി മൾട്ടിപ്ലൈ ചെയ്യുക. വാട്ട് ഈസ് 105 into 43? 105 into 43 so answer is 5154. 4515 divided by 4 അതാണ് ആൻസർ വന്നത്. അത് നമുക്ക് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറുതാക്കാം. 4515 divided by 4. divided by 4. അപ്പം 1128.75 എന്നുള്ള ഷാർപ്പ് ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1128.75. സോ ആൻസർ വിൽ ബി 1128.75. Since all the units are in meters, since it is volume, do not forget its unit is meter cube. Suppose all the units are in centimeter, the unit will be centimeter cube because it is volume. Don't forget to write the unit because it also will determine your mark, meter cube, because all the units are in meter. So 1128.75 meter cube is the volume of the air inside it. So it is better to rewrite. So the volume of the air inside the workshop is equal to, or industrial is equal to 1128.75 meter cube. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. കുറച്ചും കൂടെ സ്റ്റാൻഡേർഡാണ്, കുറച്ചും കൂടെ നമ്മുടെ എനർജി സ്പെൻഡ് ചെയ്യണം. ഓക്കെ. ആൻഡ് ഫർദർ, സോ ആൻസർ ഫോർ ദ ഫസ്റ്റ് സബ് ക്വസ്റ്റൻ ഈസ് ഓവർ. ആൻഡ് സെക്കൻഡ് സബ് ക്വസ്റ്റൻ, ഫർദർ സപ്പോസ് ദ മെഷീനറി ഇൻ ദ ഷെഡ് ഓക്യുപ്പൈസ് എ ടോട്ടൽ സ്പേസ് ഓഫ്, ഇതൊരു രണ്ടാമത്തെ സബ് ക്വസ്റ്റനും കൂടെ അവർ തന്നിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻ ആട്ടോ ഇത്. ഫർദർ, അതായത് ഈ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ എയർ നിങ്ങൾ കണ്ടുപിടിച്ചു. അതായത് ഇപ്പം നിങ്ങൾ കണ്ടുപിടിച്ചത് എന്തായിരിക്കും? ഈ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ മൊത്തം ഉൾക്കൊള്ളുന്ന എയർ ആണ്. അതായത് ഈ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ എത്ര എയർ ഉണ്ടോ അതാണ് നിങ്ങൾ കണ്ടുപിടിച്ചത്. ഓക്കെ. ഇനി നിങ്ങൾ ഇനി അടുത്ത സബ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഞാൻ എന്താ ഇതിൻ്റെ ഇടയ്ക്ക് ആലോചിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറയാൻ വേണ്ടി ആലോചിച്ചു, അതുകൊണ്ടാണ് ചെറിയൊരു ബ്രേക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞത്. സോ അടുത്ത സബ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഫർദർ സപ്പോസ് ദ മെഷീനറി ഇൻ ദ ഷെഡ് ഓക്യുപ്പൈസ് എ ടോട്ടൽ സ്പേസ് ഓഫ് 300 meter cube and there are 20 workers each of whom occupy about 0.08 meter cube space on an average, then how much air is in the shed? ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ വിചാരിക്കുക, ഇപ്പം നിങ്ങൾ കണ്ടുപിടിച്ച ക്വാണ്ടിറ്റി എന്താണെന്നറിയോ? ആ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലുള്ള എയർ. അപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും ഉണ്ടാകില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടുപിടിച്ചത്. കാരണം ഈ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക.
അപ്പം ആ ഭാഗത്ത് എയർ ഉണ്ടാവുമോ? ഇല്ല. കാരണം അയാൾ നിൽക്കുന്ന സ്പേസിൽ അയാളാണ് നിൽക്കുന്നത്, അവിടെ എയറിന് നിൽക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം നിറച്ചു, അതിലോട്ടൊരു നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഈ വീഡിയോ കാണാൻ സ്കിപ്പ് ചെയ്യരുത്. എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ എക്സാമിന് ഇതൊന്നും സ്കിപ്പ് ചെയ്ത് പോയിട്ട് ഡൗട്ട് സ്കിപ്പ് ചെയ്യരുത് പ്ലീസ്. ഇപ്പം നിങ്ങളൊരു കപ്പിൻ്റെ നിറയെ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക, അതിലോട്ട് നിങ്ങളൊരു കല്ലിട്ടു. എന്തുകൊണ്ടാണ് വെള്ളം പുറത്ത് വന്നേ? കല്ലിന് അവിടെ നിന്നാൽ പോരായിരുന്നു? വെള്ളവും കല്ലും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് നിൽക്കുമോ? ഇല്ല. കാരണം എന്താ? കല്ലിന് എത്ര വോളിയം ഉണ്ടോ അതേ വോളിയം അവിടെ നിൽക്കണമെങ്കിൽ അതേ വോളിയമുള്ള വെള്ളം പുറത്ത് വരണം. അതുകൊണ്ടാണ് വാട്ടർ കെയിം ഔട്ട്. നമ്മളത് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ വർക്ക്ഷോപ്പിനുള്ളിൽ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച എമൗണ്ട് ഓഫ് എയർ എന്ന് വെച്ചാൽ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലുള്ള എയർ മാത്രമാണ്. അതായത് ഇപ്പം ആ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ല എന്നുള്ള അസംഷനിലാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും വായു ഉണ്ടാവുമോ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ? ഓഫ് കോഴ്സ് ഉണ്ടാവില്ല. കാരണം എന്താ? ഒരു വർക്ക്ഷോപ്പിനുള്ളിൽ എന്തെങ്കിലും ഒരു സാധനം, ഇപ്പോൾ ഒരു കാറ് വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചു നന്നാക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ കാർ ഇരിക്കുന്നിടത്ത് വായുവിന് നിൽക്കാൻ പറ്റും? ഇല്ല. കാർ ഇരിക്കുന്നിടത്ത് കാറിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ഉള്ളിൽ നിന്ന് വായു പുറത്തോട്ട് വരും. കാറേ ചേട്ടാ നീ അവിടെ നിന്നോളൂ, നിനക്ക് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലത്തിനനുസരിച്ചുള്ള വോളിയം ഓഫ് എയർ ഞാൻ പുറത്ത് വിട്ടോളാം എന്ന് വർക്ക്ഷോപ്പ് പറയും. അപ്പോൾ കാർ അവിടെ കയറും. അതല്ലേ സംഭവിക്കുക? അതായത് ഇപ്പം നിങ്ങൾ കണ്ടുപിടിച്ച എയർ, ഞാൻ വീണ്ടും പറയുന്നു, ആ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. കാരണം നമ്മളെന്താണ്, ടോട്ടൽ വോളിയം ഓഫ് ദ ക്യൂബോയിഡ് പ്ലസ് ടോട്ടൽ വോളിയം ഓഫ് ദ ഹാഫ് ഓഫ് ദ സിലിണ്ടറിക്കൽ പോർഷനാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. അതായത് അതിൽ മൊത്തം എയർ മാത്രം എന്നുള്ള സങ്കല്പത്തിലാണ് കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട്, ആ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് ഓരോ സാധനങ്ങൾ കയറ്റാൻ പോകുന്നു. ഇനി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് മെഷീനറി കയറ്റി. വർക്ക്ഷോപ്പിനുള്ളിൽ പല മെഷീൻസ് വേണം. നമ്മുടെ സ്പാനർ മുതൽ സ്ക്രൂ ഡ്രൈവർ മുതൽ അതും ഇതും നമ്മുടെ ഓരോരോ മെഷീൻസിൻ്റെ പാർട്സും അതും ഇതും വർക്ക്ഷോപ്പിലോട്ട് എല്ലാ സാധനങ്ങളും, ഓയിൽ, പെട്രോൾ, അത് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ മെഷീനറി കയറ്റി. ആ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ മെഷീനറി കയറ്റുമ്പോൾ ആ മെഷീനറിക്കെല്ലാം കൂടെ എത്ര സ്പേസ് വേണം? 300 മീറ്റർ ക്യൂബ് സ്പേസ് വേണം. അതായത് മീറ്റർ ക്യൂബ് സ്റ്റാൻഡ്സ് ഫോർ വോളിയം. മീറ്റർ ക്യൂബ് ദ യൂണിറ്റ് സ്റ്റാൻഡ്സ് ഫോർ വോളിയം. അതായത് സ്പേസ് ഓഫ് 300 മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ 300 മീറ്റർ ക്യൂബ് വോളിയമാണ് ആ ടോട്ടൽ മെഷീനറിക്ക് വേണ്ടത്. സ്പേസ് എന്ന് പറഞ്ഞാൽ വോളിയമാണ് ഉദ്ദേശിക്കുന്നത്. സ്പേസ്, സ്ഥലം എന്താണ്? വോളിയമാണ്. നിങ്ങളുടെ സ്പേസ്, നിങ്ങൾക്ക് നിൽക്കാൻ എത്ര സ്പേസ് വേണം? ഉദാഹരണത്തിന് ആൻസന് നിൽക്കാൻ എത്ര സ്പേസ് വേണം? ആൻസന് എത്ര വോളിയം ഉണ്ട് അത്രയും സ്പേസ് വേണം. അതുപോലെ മെഷീനറിക്ക് 300 മീറ്റർ ക്യൂബ് സ്പേസ് വേണമെന്ന് വെച്ചാൽ 300 മീറ്റർ ക്യൂബ് വോളിയമാണ് മെഷീനറി. മെഷീൻസ് എല്ലാം കൂടെ നിങ്ങളെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവെക്കുമ്പം ആ മെഷീൻസിനെല്ലാം കൂടെ വേണ്ട സ്പേസ്, അല്ലെങ്കിൽ ആ മെഷീനറീസിൻ്റെ മൊത്തം വോളിയം, ഉദാഹരണത്തിന് ഇതിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് ഈ മാർക്കറിൻ്റെ വോളിയമാണ്. ഇപ്പോൾ 1 മീറ്റർ ക്യൂബ് വോളിയമാണ് ഈ മാർക്കർ എന്ന് പറയുമ്പം 1 മീറ്റർ ക്യൂബ് വോളിയം, അല്ലെങ്കിൽ അത്രയും സ്പേസ് വേണം ഇതിന് നിൽക്കാൻ. ഓക്കെ. ഇപ്പം ഞാൻ ഈ വായുവിൽ നിർത്തിയേക്കാം. കാരണം എന്താ? ഇതിന് അപ്പം എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഞാനിപ്പം നിങ്ങൾ ഇവിടെ നോക്കിക്കോളൂ. നിങ്ങൾ കുറച്ചും കൂടെ ഇവിടെ ഇപ്പോൾ വായുവാണ്, ഇവിടെ ഈ മാർക്കർ ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഇവിടെയുള്ള വായു മാറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് 300 മീറ്റർ ക്യൂബ് വോളിയമുള്ള മെഷീനറീസ് കയറ്റി വെച്ചു. പിന്നെ ആ വർക്ക്ഷോപ്പിനുള്ളിൽ 20 പണിക്കാരുണ്ട്. ആ പണിക്കാരിൽ ഓരോരുത്തർക്കും എത്ര വോളിയം സ്പേസ് വേണം? ഇപ്പോൾ പറഞ്ഞു, ആൻസറിൻ്റെ കാര്യം പറഞ്ഞു, ആൻസറിന് ഇത്ര വോളിയം വേണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അനിയയ്ക്കും, അതുപോലെ തന്നെ ഹന്നയ്ക്കും, നമ്മുടെ ക്ലാസ്സിലെ അഭിരാമിനും ഋഷികേഷിനും ജോയലിനും എക്സെട്ര എല്ലാവർക്കും വോളിയം വേണം. ഹേമലിനും എല്ലാവർക്കും വോളിയം വേണം. ഇസ്ന്റ് ഇറ്റ്? സോ അതുപോലെ തന്നെയാണ് ആ വർക്ക്ഷോപ്പിലുള്ള ഓരോ ആൾക്കാരുടെയും വോളിയം എത്രയാണ്? 0.08 മീറ്റർ ക്യൂബാണ് വോളിയം. അങ്ങനത്തെ ഒരാളുടെ വോളിയമാണത്. അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ട്? 20. അപ്പം ഈ മെഷീനറീസും കയറ്റി ഈ ജനങ്ങളും ഈ പണിക്കാരും വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ ദെൻ ഹൗ മച്ച് എയർ ഈസ് ഇൻ ദ ഷെഡ് എന്നാണ് ചോദ്യം. എന്ത് ചെയ്യേണ്ടി വരും? ഹൗ മച്ച് എയർ ഈസ് ഇൻ ദ ഷെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഷെഡിൽ എത്ര വായു ഉണ്ട്, എയർ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ആ കണ്ടുപിടിച്ച വോളിയം എന്ന് പറയുന്നത് ആ ഷെഡിൻ്റെ ഉള്ളിൽ ആരുമില്ല എന്നുള്ള. ഓക്കെ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച വോളിയം ഓഫ് എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിലാണ് ആ വോളിയം കണ്ടുപിടിച്ചത്. ഇനി വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് ഈ സാധനങ്ങളൊക്കെ കയറി. അപ്പോൾ എങ്ങനെയായിരിക്കും? അതിൽ എത്ര വായു ബാക്കിയുണ്ടാവും, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് എയർ വിൽ റിമെയിൻ ഇൻ ദ ഷെഡ്? നിങ്ങൾ വിചാരിക്കും സാർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊല്ലൂലൊന്നും. ഈ കുപ്പീൻ്റെ ഉള്ളിൽ ഞാൻ ഈ മാർക്കർ ഇട്ടു. അപ്പോൾ ഈ കുപ്പീൻ്റെ ഉള്ളിൽ ഒരു എയർ ഉണ്ട്. എത്ര ഒരു എയർ ഉണ്ട്? 100 മീറ്റർ ക്യൂബ് എയർ ഉണ്ടെന്ന് വിചാരിക്കുക. ശ്രദ്ധിച്ചാണ്, 100 മീറ്റർ ക്യൂബ് എയർ ആണ് ഈ കുപ്പിക്കുള്ളിലുള്ളത്. അതിലോട്ട് ഞാനൊരു മാർക്കർ ഇട്ടു. അപ്പോൾ എന്ത് വന്നു? കുറച്ച് എയർ പുറത്ത് വന്നിട്ടുണ്ടാവും. കാരണം എന്താ? ഇതിൽ നിറയെ എയർ ആയിരുന്നു. മാർക്കർ ഉള്ളിലിട്ടപ്പം മാർക്കറിന് നിൽക്കാൻ വേണ്ട സ്പേസിനനുസരിച്ചിട്ടുള്ള വോളിയം പുറത്ത് വരും. എങ്ങനെയായിരിക്കും പുറത്ത് വരിക? ഈ മാർക്കറിൻ്റെ ഒരു 10 മീറ്റർ ക്യൂബാണ് വോളിയം എന്ന് വിചാരിക്കുക. ഇതിലെത്ര വോളിയം ഉണ്ട്? 100 മീറ്റർ ക്യൂബ് ഓഫ് എയർ ഉണ്ട്.
ഇതിലോട്ട് ഈ മാർക്കർ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി എത്ര എയർ ഉണ്ടാവും അതിൽ? 90 മീറ്റർ ക്യൂബ്. കാരണം എന്താ? ഈ കുപ്പിയിൽ 100 മീറ്റർ ക്യൂബ് എയർ ഉണ്ടായിരുന്നു. ഈ മാർക്കറിൻ്റെ വോളിയം എന്ന് പറഞ്ഞത് എന്താണ്? 10 മീറ്റർ ക്യൂബാണ്. മാർക്കർ സ്വാഭാവികമായിട്ടും ഇതിലിടുമ്പം അതിലുണ്ടായിരുന്ന നേരത്തെ ഉള്ള എയർ ഇതിലില്ല. കാരണം എന്താ? മാർക്കർ അവിടെ വന്നു നിന്നു. അപ്പോൾ മാർക്കറിൻ്റെ വോളിയം അവിടെ വരണം. അപ്പം അതേ വോളിയമുള്ള എയർ പുറത്ത് വരണം. അതായത് 100 മീറ്റർ ക്യൂബിൽ നിന്ന് മാർക്കറിൻ്റെ വോളിയമായിട്ടുള്ള 10 മീറ്റർ ക്യൂബ് കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 90 മീറ്റർ ക്യൂബ്. 90 മീറ്റർ ക്യൂബ് എയർ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളൂ. അതുപോലെ തന്നെ ഇനി ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊള്ളാക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വാട്ട് വിൽ ബി ദ എമൗണ്ട് ഓഫ് എയർ വിൽ റിമെയിൻ ഇൻ ദ ഷെഡ്? ക്യാൻ യു ടെൽ മി ദാറ്റ്? എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക? ഇപ്പോൾ നമ്മൾ 100 - 10 ചെയ്തു. അതായത് 100 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ അതിൽ കുപ്പിയിൽ ആദ്യം ഉണ്ടായിരുന്ന എയറിൻ്റെ അളവ്. അപ്പോൾ വോളിയം ഓഫ് ദ എയർ വിൽ റിമെയിൻ ഇൻ ദ ഷെഡ് എന്ന് പറയുമ്പം ആ ഷെഡിലുണ്ടായിരുന്ന ആദ്യമുള്ള എയറിൻ്റെ അളവ് ആദ്യം കൺസിഡർ ചെയ്യണ്ടേ? യെസ്. സോ എമൗണ്ട് ഓഫ് എയർ വാസ് ഇൻ ദ ഷെഡ്. എമൗണ്ട് ഓഫ് എയർ ഇൻ ദ ഷെഡ് അത് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ നിന്നും അതാണ് ആദ്യം ആ ഷെഡിലുണ്ടായിരുന്ന എമൗണ്ട് ഓഫ് എയറിൻ്റെ അളവ് നമുക്കറിയാം. അതിൽ നിന്നും എന്ത് സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും? ടോട്ടൽ വോളിയം ഓഫ് ഓൾ പാർട്ടിക്കിൾസ് ഇൻ ദ ഷെഡ് സബ്ട്രാക്ട് ചെയ്താൽ പോരെ. ഇപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ 100 മീറ്റർ ക്യൂബ് വോളിയം, ഇതിൻ്റെ 10 മീറ്റർ ക്യൂബ് വോളിയം, ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ 90 മീറ്റർ ക്യൂബ് വോളിയമേ ഇതിൻ്റെ ഉള്ളിലുള്ള ഇപ്പോൾ എയർ ഉള്ളൂ. കാരണം എന്താ? ആദ്യമുള്ള 100 മൈനസ് ഇതിൻ്റെ വോളിയം 10 ആണ് 90 കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പം ആ വർക്ക്ഷോപ്പിലുള്ള എമൗണ്ട് ഓഫ് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് എയർ ഇൻ ദ ഷെഡ്, അതിൽ നിന്നും എന്ത് സബ്ട്രാക്ട് ചെയ്യണം? ഇപ്പോൾ വർക്ക്ഷോപ്പിനുള്ളിലോട്ട് എന്തൊക്കെ സാധനങ്ങൾ വന്നിട്ടുണ്ടോ അതിൻ്റെ വോളിയം സബ്ട്രാക്ട് ചെയ്യണം. ടോട്ടൽ എമൗണ്ട് ഓഫ് എയർ ഇൻ ദ ഷെഡ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. അതെന്തായിരുന്നു? 1128.75 നോ? യെസ്, 1128.75 മൈനസ് ദെൻ ഹൗ യു ക്യാൻ കാൽക്കുലേറ്റ് ദ ടോട്ടൽ വോളിയം ഓഫ് ഓൾ പാർട്ടിക്കിൾസ് ഇൻ ദ ഷെഡ്? അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആലോചിച്ച് നോക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ആ വർക്ക്ഷോപ്പിനുള്ളിലുള്ള എയർ. അതിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കയറാൻ പോവാണ്. അപ്പോൾ ബാക്കി എത്ര എയർ ഉണ്ടാവും? ആദ്യമുള്ള എയറിൽ നിന്ന് ഇപ്പോൾ എത്ര സാധനങ്ങൾ കയറിയോ അതിൻ്റെ വോളിയം സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇത്ര എയർ ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കയറി അതിൻ്റെ വോളിയമാണ് എഴുതേണ്ടത്. എന്തൊക്കെ സാധനങ്ങളുണ്ട്? 300 മീറ്റർ ക്യൂബിൻ്റെ മിഷണറീസ്. 300 മീറ്റർ ക്യൂബിൻ്റെ മിഷണറീസ് പ്ലസ് അത് മാത്രമാണോ? അതിനുള്ളിൽ മനുഷ്യന്മാരുണ്ട്. എത്ര മനുഷ്യന്മാർ? 20 മനുഷ്യന്മാർ. ഒരാളുടെ വോളിയം എത്ര? 0.08. അപ്പോൾ 20 പേരുടെ എങ്ങനെ കിട്ടുക? 20 × 0.08. I'm not going to explain it once again. You may understood it, isn't it? So 1128.75 minus, it will give you the result. So you have to make sure whether the unit both are in meter cube or not. Yes, of course they are in meter cube. So 300 plus what is 0.08 into 20? How we can calculate that? 0.08 into 20. What is 20 into 8? 20 into 8 എന്ന് വെച്ചാൽ 160. പിന്നെ എന്ത് ചെയ്യുക? ഇവിടെ 2 ഡെസിമൽ പോയിൻ്റ് അല്ലേ? 20 × 8 ചെയ്യുക, 160 കിട്ടി. എന്നിട്ട് ഇവിടെ 2 ഡെസിമൽ പോയിൻ്റ് അല്ലേ? അത് മാറ്റി പോയിൻ്റ് ഇടുക. സോ ഇവിടെ 1.60. ദാറ്റ് മീൻസ് 1128.75 മൈനസ് വാട്ട് ഈസ് 300 പ്ലസ് 1.60? 301.60 no? So it will give you the result. 1128.75 minus 301.60. 5172 correct no? 8 no? 827.15. check it. So 827.15. So 827.15 meter cube of air will remain in the shed. Okay. ഇനി ഈ മനുഷ്യന്മാരൊക്കെ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ പോയി ഈ എന്താണ് മിഷണറീസും എല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ എത്ര എയർ ഉണ്ടാവും? ഇതുണ്ടാവും. സോ ദിസ് ഈസ് ദ എമൗണ്ട് ഓഫ് എയർ when these kind of particles are inside the workshop. These particles include the human beings also, and this amount of air will remain in the shed. You may understood it well, no? Now let us discuss about example 6. A juice seller was saving his customers using a juice seller was saving his customers using glasses as shown in the figure. ഈ ഫിഗറിലുള്ള ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ്. See, a juice seller was saving his customers using glasses as shown in the figure. ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിലാണ് ജ്യൂസ് സെല്ലർ കസ്റ്റമേഴ്സിന് ജ്യൂസ് കൊടുക്കുന്നത്. ബേക്കറി മാൻ. The inner diameter of the cylindrical glass was 5 cm, but the bottom of the glass had a hemispherical raised portion which reduced the capacity of the glass. If the height of a glass was 10 cm,
Find the apparent capacity of the glass and its actual capacity. This is your question. അപ്പം ഈ ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കണമെങ്കിൽ എനിക്ക് ഓരോ ഇവിടുത്തെ ക്വസ്റ്റ്യനൊക്കെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. വീഡിയോൻ്റെ ലെങ്ത്തൊക്കെ കുറച്ച് കൂടുതലാവും. നിങ്ങളതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചോളൂ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഇത്ര ലെങ്ത്തുള്ള ഒരു വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതിൻ്റെ കാണാൻ വേണ്ടി അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ദാറ്റ്സ് യുവർ പാർട്ട്. ഓക്കെ. അപ്പം കാരണം എനിക്കിത് പെട്ടെന്ന് എടുത്ത് പോകാൻ പറ്റില്ല. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാ കുട്ടികൾക്കും മനസ്സിലായി. ഇത് ഇപ്പം ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടികൾക്ക് ഒരൊറ്റ വായനയ്ക്ക് അതിൻ്റെ കംപ്ലീറ്റ് മീനിങ് മനസ്സിലാകും. ഓക്കെ. ഒരു പക്ഷേ ഈ എക്സ്പ്ലനേഷൻ അവർക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ വിചാരിക്കുന്നത് ഒരു കുട്ടി, എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് സമയമെടുത്തേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. ഓക്കെ. അറ്റ് എനി കോസ്റ്റ്. സി, ഇതാണ് ഗ്ലാസ്. ഞാൻ ചൂടായി പറഞ്ഞല്ലോ കേട്ടോ, വളരെ സാധാരണ പോലെ പറഞ്ഞാണ്. ഓക്കെ. ഇതാണ് ഗ്ലാസ്. എന്താണ് അപ്പാരൻറ്റ് കപ്പാസിറ്റി, എന്താണ് ആക്ച്വൽ കപ്പാസിറ്റി എന്ന് നമ്മൾ ആദ്യം അറിയണം. ഈ ഗ്ലാസ്സിന് ഇത് ഞാനൊരു ബേക്കറി നടത്തുന്ന ആളാണെന്ന് വിചാരിക്കും. ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് ഇതിലാണ് ജ്യൂസ് കൊടുക്കുക. അതിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ജ്യൂസ് കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്കറിയോ? കാരണം ഈ ഗ്ലാസിൻ്റെ താഴെ എന്താണ് ഉള്ളത്? ഈ ഗ്ലാസ്സിൽ എവിടം വരെ വെള്ളം കൊള്ളുക? ഞാൻ ജ്യൂസ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടം മുതൽ ജ്യൂസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ താഴെ വരെ ജ്യൂസ് കൊള്ളുമോ? ഇല്ല. കാരണം എന്താ? താഴെ ഒരു റേസ്ഡ് പോർഷനുണ്ട്. കണ്ടോ? താഴെ ഇങ്ങനെ ഒരു കട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇത്രയും തിക്നെസ്സിലുള്ള ഒരു പോർഷൻ, അതിനെയാണ് റേസ്ഡ് പോർഷൻ എന്നീ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ഇവിടെ മുതൽ ഇവിടം മുതൽ ഇവിടം വരെ ഇത്രയും ഡിസ്റ്റൻസ് ഒരു റേസ്ഡ് പോർഷനാണ്, അതായത് ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ്. അങ്ങോട്ട് ജ്യൂസ് കിടക്കുമോ? ഇല്ല. അതാണ് എൻ്റെ അഡ്വാൻറ്റേജ്. അതായത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരും. എന്നിട്ട് നിങ്ങളാണ് എൻ്റെ കസ്റ്റമർ, ഞാനാണ് ജ്യൂസ് സെല്ലർ എന്ന് വിചാരിക്കുക. അപ്പം എനിക്ക് കിട്ടുന്ന ലാഭം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാതെ എനിക്ക് കിട്ടുന്ന ലാഭം എന്താണെന്ന് ഞാൻ വ്യക്തമാക്കി തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പാരൻറ്റ് കപ്പാസിറ്റിയും ആക്ച്വൽ കപ്പാസിറ്റിയും. പറഞ്ഞുതരാം. സി, ഇപ്പം ഞാൻ ഇതിൽ ജ്യൂസല്ല, വെള്ളം നിറച്ചു. കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ വെള്ളം നിറച്ചു. ഇതാണ് നിങ്ങൾക്ക് തരുന്ന ജ്യൂസ്. നിങ്ങളത് കുടിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുക? ഈ ജ്യൂസ് സെല്ലർ നല്ലൊരു ജ്യൂസ് സെല്ലർ ആണല്ലോ, അല്ലെങ്കിൽ ഈ ബേക്കറി നടത്തുന്ന ഷിബിൻ സാർ വളരെ നല്ലൊരു മനുഷ്യനാണ്. കാണാൻ നോക്കി നിങ്ങൾ കാണുന്ന വോളിയം എന്താണ്? ഗ്ലാസിൻ്റെ മുകൾ മുതൽ ഗ്ലാസിൻ്റെ താഴെ ഏറ്റവും അറ്റം വരെ, ഗ്ലാസിൻ്റെ മുകളറ്റം മുതൽ ഗ്ലാസിൻ്റെ ഏറ്റവും ഫുൾഫില്ലാന്ന് വിചാരിക്കണം. ഇത് ഫുൾഫില്ലാണെന്ന് വിചാരിച്ചോളൂ. ഏറ്റവും മുകളറ്റം മുതൽ ഗ്ലാസിൻ്റെ ഏറ്റവും നിങ്ങളൊന്ന് കാണൂ. നിങ്ങൾക്ക് ജ്യൂസ് ഇപ്പോൾ ഇതിലുള്ള വെള്ളം നിനക്ക് എവിടെ മുതൽ നിറഞ്ഞിരിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നത് ഇവിടെ മുതൽ ഗ്ലാസിൻ്റെ ഏറ്റവും ഈ അറ്റം വരെ നിങ്ങൾക്ക് ജ്യൂസ് നിറഞ്ഞതായിട്ടാണല്ലോ നിങ്ങൾ കാണുന്നത്. താഴെ വരെ ജ്യൂസ് ഉണ്ടെന്ന് വിചാരിക്കും. ഇതിനെയാണ് അപ്പാരൻറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് തോന്നുന്ന വോളിയമാണ് അപ്പാരൻറ്റ് കപ്പാസിറ്റി. പക്ഷേ ഇത്രയും വോളിയം ഓഫ് ജ്യൂസ്, ജ്യൂസ് ഇതിൽ കൊള്ളുക എന്ന് പറയുമ്പം ദ കോൺസെപ്റ്റ് ഈസ് വാട്ട് ഈസ് വോളിയം നോ. അപ്പം അപ്പാരൻറ്റ് വോളിയമാണ് ഇപ്പം നിങ്ങൾക്ക് കാണുന്നത്. ഇതിൽ ജ്യൂസ് നിറച്ചു കഴിഞ്ഞാൽ നിങ്ങളും ഞാനുമൊക്കെ എന്താ വിചാരിക്കുക? മുകളറ്റം മുതൽ താഴെയറ്റം വരെ വോളിയം ഓഫ് ജ്യൂസ് ഉണ്ടെന്ന് വിചാരിക്കും. അതിനെയാണ് അപ്പാരൻറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇതാണോ ഇതിൻ്റെ ആക്ച്വൽ കപ്പാസിറ്റി? ശരിക്കും ആക്ച്വലി ഇത്ര ജ്യൂസ് ഉണ്ടോ? ഇല്ല. എവിടം വരെ ഉള്ളൂ? നമുക്കറിയാം ഇവിടം മുതൽ ഇവിടം വരെയുള്ളൂ ജ്യൂസ്. ഇവിടം വരെയല്ലേ ഉള്ളൂ ജ്യൂസ്. അതൊരു പക്ഷേ ജ്യൂസ് മറച്ച് കഴിയുമ്പോൾ കുടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഞാനത് കുടിച്ച് തീർക്കട്ടെ, പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ നോക്കൂ, ജ്യൂസ് കുടിച്ച് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ നോക്കുക എത്രയുണ്ട്. ശരിക്കും എത്രയായിരുന്നു കൊണ്ടത്? ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ വോളിയം. അപ്പോൾ ഇതിനെയാണ് ആക്ച്വൽ കപ്പാസിറ്റി. മറിച്ച് ഇത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന വോളിയമാണ് ഇത്രയും മൊത്തം ഉണ്ടെന്ന്. അതിനെയാണ് അപ്പാരൻറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ആക്ച്വൽ കപ്പാസിറ്റി എങ്ങനെയായിരിക്കും? അപ്പാരൻറ്റ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താ? മൊത്തം നമ്മൾ വിചാരിക്കുന്നത് മുഴുവൻ ജ്യൂസ് ഉണ്ട്, ആ മുഴുവൻ വോളിയമാണ് അപ്പാരൻറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. കാരണം ഈ മുകളറ്റം മുതൽ താഴെയറ്റം വരെ അത്രയും രീതിയിൽ ജ്യൂസ് ഉണ്ട്. ആ ജ്യൂസിൻ്റെ എമൗണ്ടിനെയാണ് അപ്പാരൻറ്റ് കപ്പാസിറ്റി അഥവാ നമുക്ക് തോന്നുന്ന കപ്പാസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള വോളിയം ഓഫ് ജ്യൂസാണ് ആക്ച്വൽ കപ്പാസിറ്റി. അപ്പോൾ ആക്ച്വൽ കപ്പാസിറ്റി എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ഈ മൊത്തം വോളിയത്തിൽ നിന്ന്, അതാണ് അപ്പാരൻറ്റ് കപ്പാസിറ്റി. അപ്പാരൻറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മുകൾ മുതൽ താഴെയറ്റം വരെ നമുക്ക് ഉണ്ടെന്ന് തോന്നുന്ന വോളിയമാണല്ലോ അപ്പാരൻറ്റ് കപ്പാസിറ്റി. അതായത് അപ്പാരൻറ്റ് കപ്പാസിറ്റി അതാണ്. ആക്ച്വൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആക്ച്വൽ കപ്പാസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ മൊത്തമുള്ള വോളിയം അഥവാ അപ്പാരൻറ്റ് കപ്പാസിറ്റിയിൽ നിന്നും ഈ തിക്നെസ്സിൻ്റെ
വോളിയം കുറയ്ക്കണം. അപ്പോഴല്ലേ ഈ വോളിയം കിട്ടുക. ടോട്ടൽ വോളിയം അഥവാ അപ്പാരൻറ്റ് കപ്പാസിറ്റിയിൽ നിന്നും ഇത് ഇത്രയും പോർഷൻ അല്ലേ, ഈ ഭാഗമില്ലേ, ഈ ഭാഗം ജ്യൂസ് കൊള്ളാത്ത താഴെ ഉയർന്നു നിൽക്കുന്ന ആ ഭാഗത്തിൻ്റെ വോളിയം സബ്ട്രാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന വോളിയം ആവില്ലേ, ആക്ച്വൽ വോളിയം ആവില്ലേ. അതായത് ഇതിൻ്റെ ഒന്നുകൂടെ ഞാൻ പറയുന്ന ഒറ്റ പ്രാവശ്യം കൂടെ, അപ്പാരൻറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്ന വോളിയമാണ്. ഞാൻ ജ്യൂസ് നിറച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മുഴുവൻ ഈ മുകളറ്റം മുതൽ താഴെയറ്റം വരെ ഉണ്ടെന്ന്. അതിനെയാണ് അപ്പാരൻറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആക്ച്വൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആക്ച്വൽ കപ്പാസിറ്റി എങ്ങനെയാണ് കാണുക? മൊത്തമുള്ള വോളിയം, അതായത് മുകളറ്റം മുതൽ താഴെയറ്റം വരെ ഉള്ള വോളിയം അഥവാ അപ്പാരൻറ്റ് കപ്പാസിറ്റിയിൽ നിന്നും കറണ്ട് പോയി, അപ്പാരൻറ്റ് കപ്പാസിറ്റിയിൽ നിന്നും ഈ താഴെയുള്ള റേസ്ഡ് പോർഷൻ്റെ വോളിയം സബ്ട്രാക്റ്റ് ചെയ്താൽ ഈ വോളിയം കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ടോട്ടൽ ഈ അപ്പാരൻറ്റ് കപ്പാസിറ്റി 100ഉം താഴെയുള്ള ഈ റേസ്ഡ് പോർഷൻ്റെ വോളിയം ഒരു 20 ആണെങ്കിൽ ആക്ച്വൽ കപ്പാസിറ്റി എത്ര ഉണ്ടാവുക? 100 - 20 80 ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ആക്ച്വലായിട്ട് വോളിയം. കാരണം താഴത്തെ ഉള്ള പോർഷൻ്റെ വോളിയം ടോട്ടലുള്ള വോളിയത്തിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തെങ്കിലേ നിങ്ങൾക്ക് ഇത്രയും ആക്ച്വലായിട്ട് നിൽക്കുന്ന ജ്യൂസിൻ്റെ വോളിയം കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ now I think the question seemed to be very clear for you, and let me explain the question once again. A juice seller was saving his customers using a glass as shown in the figure. അതായത് ഷോൺ ഇൻ ദ ഫിഗറിലുള്ള ഗ്ലാസ് ഇതാണ്. കറണ്ട് ഇല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ക്ലിയർ ആണെന്ന് തോന്നുന്നു. കറണ്ട് ഇല്ലാത്തപ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ക്ലാരിറ്റി എന്ന് തോന്നുന്നു എനിക്ക്. സോ ഇതാണ് ഗ്ലാസിൻ്റെ ഷേപ്പ്. ഗ്ലാസിൻ്റെ ഷേപ്പ് ക്വസ്റ്റ്യനിൽ വളരെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഗ്ലാസിൻ്റെ ഷേപ്പ് ഉള്ളത്? ഫിഗർ തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ എക്സാമിന് ഫിഗർ തരില്ല. ദ ഇന്നർ ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ, ഇതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ പറഞ്ഞതിൻ്റെ ഒരു ഷോർട്ട് ഫോം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ഗ്ലാസ്സാണ്. പക്ഷേ സിലിണ്ടറുള്ള ആകൃതിയിലുള്ള ഗ്ലാസിൻ്റെ താഴെ ഭാഗത്ത് ഒരു ഹെമിസ്ഫിയർ ആകൃതിയിലുള്ള റേസ്ഡ് പോർഷൻ ഉണ്ട്. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് സിലിണ്ടർ ആകൃതിയാണ് ആ ഗ്ലാസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ താഴെ ഭാഗത്ത് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച ഗ്ലാസ്സിൽ ഒരു റേസ്ഡ് പോർഷൻ ഉണ്ടല്ലോ, അത് ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു സിലിണ്ടർ പോർഷൻ ആയിരുന്നു അത്. പക്ഷേ ചില ഗ്ലാസ്സുകളിൽ അത് ഈ ജ്യൂസ് സെല്ലറിൻ്റെ ഗ്ലാസ്സിൽ അത് ഹെമിസ്ഫിയർ ആയിട്ടുള്ളൊരു റേസ്ഡ് പോർഷനാണ്. ഉള്ളിൽ താഴെ ഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു ഹെമിസ്ഫിയർ. നിങ്ങൾ അങ്ങനത്തെ ഗ്ലാസ് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഈ ഗ്ലാസിൻ്റെ ഷേപ്പ്. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് ജ്യൂസ് നിറച്ച് കഴിഞ്ഞാൽ എവിടം വരെ വരുള്ളൂ? ഇങ്ങനെ ഇത്രയും ഭാഗമാണ് ജ്യൂസ് ഫില്ലാകുള്ളൂ. ഈ പോർഷനിലോട്ട് ജ്യൂസ് വരില്ല. ഓക്കെ, ആൻഡ് ദ ഇന്നർ ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടറിക്കൽ ഗ്ലാസ് വാസ് 5 cm. ഇന്നർ ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടറിക്കൽ ഗ്ലാസ് എന്ന് വെച്ചാൽ ഇവിടെ മുതൽ ഇവിടം വരെയാണ് ഡയമീറ്റർ. സി, this is what is diameter, that is given as 5 cm. So what will be radius? 5/2 cm. 5/2 or 2.5 cm, you may understood. And see റേഡിയസ്, ആ റേഡിയസ് തന്നെയായിരിക്കും എന്ത്? ഈ ഹെമിസ്ഫിയറിൻ്റെ റേഡിയസും. ബിക്കോസ് ഫ്രം ദ ഫിഗർ ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ്, അല്ലെങ്കിൽ ഗ്ലാസ്സിലുള്ള റേസ്ഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലാസിൻ്റെ അതേ ഡയമീറ്റർ തന്നെയായിരിക്കുമല്ലോ ആ റേസ്ഡ് പോർഷൻ്റെ ഡയമീറ്ററും. അത് പ്രാക്ടിക്കലി നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ റേസ്ഡ് പോർഷൻ്റെ ഡയമീറ്ററും ഈ ഗ്ലാസിൻ്റെ ഡയമീറ്ററും ഒന്ന് തന്നെയാണ്. സോ റേഡിയസ് വിൽ ബി സെയിം. ഹെമിസ്ഫിയറിൻ്റെ റേഡിയസും എന്ന് പറയുന്നതും, കാരണം ഈ റേഡിയസ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അത് ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് ആയിട്ട് വരിക. ആ ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈ സിലിണ്ടറിൻ്റെ റേഡിയസും സെയിം ആണ് ഓഫ് കോഴ്സ്. സോ ഐ എം മാർക്കിംഗ് ഇറ്റ് ആസ് 5/2 cm itself. And is there any need to separate it as R1 and R2? No, because both R are same. So here this R stands for the radius of the hemisphere and this R stands for the radius of the cylinder, and both are same, you may understood. And see, but the bottom of the glass had a hemispherical raised portion. We already explained that, which reduces the capacity of the glass. Okay. എന്തിനായിരിക്കും ഇങ്ങനത്തെ ഗ്ലാസ്സിൽ സേവ് ചെയ്യുന്നത്? കാരണം ബാക്കിയുള്ളവർക്ക് തോന്നണം മൊത്തം കൊടുക്കുന്നുണ്ട്, പക്ഷേ ശരിക്കും അയാൾ മൊത്തം ജ്യൂസ് അതിൽ വരുന്നില്ല. ആ ലാഭം അയാൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം. If the height of the glass was 10 cm, that means total height of the glass. Height of the glass എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഇവിടെ മുതൽ ഇവിടം വരെ. ഒരു ഗ്ലാസിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ ഗ്ലാസിൻ്റെ മുകളറ്റം മുതൽ ഗ്ലാസിൻ്റെ താഴേറ്റം വരെയുള്ള ഉയരം. So that is nothing but the height of the glass. Let me mark it as H. That is given as what? 10 cm. All the units are centimeter. In centimeter, no problem. Find the apparent capacity and the actual capacity. Okay. So let me calculate the apparent capacity. What do you mean by apparent capacity? ചെറിയ ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടാവും കേട്ടോ. What do you mean by apparent capacity? Apparent capacity is the volume that you feel, isn't it? Apparent capacity എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്ന വോളിയം. നമ്മൾ എന്താ തോന്നുന്ന വോളിയം? നമുക്ക് എത്രയായിരിക്കും വോളിയം തോന്നുക? നമ്മൾ വിചാരിക്കും എന്താണ്? മുകളറ്റം മുതൽ താഴെ അറ്റം വരെ വെള്ളമുണ്ട്. അതായത് ഈ ടോട്ടൽ സിലിണ്ടറിൻ്റെ വോളിയം എത്രയാണോ അതാണ് നമുക്ക് തോന്നുന്ന അപ്പാരൻറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, അല്ലേ? അപ്പാരൻറ്റ് കപ്പാസിറ്റി ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഈ ടോട്ടൽ സിലിണ്ടർ, അതായത് മുകൾ മുതൽ താഴെ അറ്റം വരെ ഉള്ള ഈ ടോട്ടൽ കംപ്ലീറ്റ് സിലിണ്ടറിലും ജ്യൂസ് നിറഞ്ഞിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന വോളിയമാണ് അപ്പാരൻറ്റ് കപ്പാസിറ്റി. അപ്പോൾ ടോട്ടൽ സിലിണ്ടറിൻ്റെ വോളിയം എത്രയാണോ അതായിരിക്കില്ലേ നമുക്ക് തോന്നുന്ന വോളിയം. യെസ്. സോ അപ്പാരൻറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരിക?
ആ വോളിയം ഓഫ് ദ സിലിണ്ടറാണ് വരിക. വോളിയം ഓഫ് സിലിണ്ടർ. അതിൽ നിന്ന് നമ്മളൊന്നും സബ്ട്രാക്റ്റ് ചെയ്യില്ല അപ്പാരൻറ്റ് കപ്പാസിറ്റി കാണുമ്പോൾ. ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പാരൻറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്ന വോളിയം എന്താണ്? മുകളറ്റം മുതൽ താഴേറ്റം വരെ. മുകളറ്റം മുതൽ താഴേറ്റം വരെ പുറത്തുകൂടെ കാണുന്ന ഷേപ്പിൻ്റെ പേരെന്താണ്? സിലിണ്ടർ ആണല്ലോ. ഉള്ളിലുള്ള ഹെമിസ്ഫെറിക്കൽ റേസ്ഡ് പോർഷൻ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല. അപ്പം ഈ ഹെമിസ്ഫെറിക്കൽ റേസ്ഡ് പോർഷൻ ഇല്ലാതെ നോക്കുമ്പോൾ ഇതൊരു സിലിണ്ടറാണ്. അപ്പോൾ ആ സിലിണ്ടറിൻ്റെ കംപ്ലീറ്റ് വോളിയത്തിലും കംപ്ലീറ്റ് കപ്പാസിറ്റിയിലും ജ്യൂസ് നിറഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതായത് അപ്പാരൻറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സിലിണ്ടർ ആയിരിക്കും. അതിൽ നിന്നും ഒന്നും നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അപ്പാരൻറ്റ് കപ്പാസിറ്റി കാണുമ്പോൾ. സോ വോളിയം ഓഫ് സിലിണ്ടർ വിൽ ഗിവ് യു ദ അപ്പാരൻറ്റ് കപ്പാസിറ്റി, വിച്ച് ഇസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് വോളിയം ഓഫ് സിലിണ്ടർ, pi r square h. Okay, and pi you can substitute the value of pi as 3.14 because it is given in the question itself, and r is nothing but the radius of the cylinder, that is 5/2 or 2.5 square, and h is nothing but the height of the cylinder 10, and I think it is very clear for you. Okay, അപ്പാരൻറ്റ് കപ്പാസിറ്റി വോളിയം ഓഫ് സിലിണ്ടർ ആണ്. ചില കുട്ടികൾ വിചാരിക്കും വോളിയം ഓഫ് സിലിണ്ടർ എന്ന് എഴുതാനുള്ള കാരണം അത് വോളിയം ഓഫ് സിലിണ്ടർ ആണ് നമുക്ക് തോന്നുന്ന വോളിയം. കാരണം നിങ്ങൾക്ക് തരുന്ന ഗ്ലാസിൻ്റെ ഷേപ്പ് സിലിണ്ടറാണ്. അപ്പോൾ ആ ഗ്ലാസ്സിൽ മൊത്തം വോളിയം ജ്യൂസ് നിറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് തോന്നുന്നത്. ആ വോളിയത്തിനാണ് അപ്പാരൻറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആ വോളിയം എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ വോളിയം ആയിട്ടാണ് നമുക്ക് തോന്നുക. അപ്പോൾ സിലിണ്ടറിൻ്റെ വോളിയം നമ്മൾ കണ്ടുപിടിച്ച് ഇതാണ് വോളിയം. സോ സി യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ എക്സാക്ട് ആൻസർ. What is 25 square? 625. So 2.5 square will be 6.25 into 10 as it is. You may understood, no? And the multiplier 625 into 314. One 196,250 ആണ് ഇതിൻ്റെ ആൻസർ കിട്ടിയത്. പിന്നെ ഒരു 0 എക്സ്ട്രാ ഉണ്ട്. ആ 0 നിങ്ങൾ ആഡ് ചെയ്യുക. കാരണം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 0 വരുമല്ലോ. നമ്മൾ ഇതാണ് മൾട്ടിപ്ലൈ ചെയ്ത് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 0 കിട്ടിയാൽ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 0 ചേർക്കുക. പിന്നെ ഇവിടുത്തെ 2 ഡെസിമൽ പോയിൻറ്റ്, ഇവിടെ 2 ഡെസിമൽ പോയിൻറ്റ്, ടോട്ടൽ 4, 1 2 3 4. So 196.25 centimeter cube, since it is volume. This will be the volume which you feel. ഇത്രയും നിങ്ങൾ കുടിക്കുന്നുണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ അതായിരിക്കുമോ അതിൻ്റെ ആക്ച്വൽ വോളിയം? ഇല്ല. ആക്ച്വൽ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾ വിചാരിക്കുന്ന വോളിയം അതെത്രയാണ്? 196.25 നിന്നും സെൻറ്റിമീറ്റർ ക്യൂബാണ് നിങ്ങൾ വിചാരിക്കുന്ന വോളിയം. അതിൽ നിന്ന് എന്ത് വോളിയം സബ്ട്രാക്റ്റ് ചെയ്യപ്പെടേണ്ട വരും? ഈ ഹെമിസ്ഫിയറിൻ്റെ വോളിയം. കാരണം അതിലോട്ട് ജ്യൂസ് വരുന്നില്ല. എന്താണ് വോളിയം ഓഫ് hemisphere? And 196.25 minus volume of hemisphere, which is a formula. Volume of sphere formula is 4/3 pi r cube. Volume of hemisphere, the formula is 2/3 pi r cube. And now we just see 196.25 minus 2/3 into pi r cube, in the sense 3.14 r cube. ഇവിടേക്കാണ് പ്രശ്നം. r cube എന്ന് പറഞ്ഞാൽ എന്താണ്? 2.5ൻ്റെ ക്യൂബാണ് വരിക. ഓക്കെ, 2.5ൻ്റെ ക്യൂബ് അല്ലെങ്കിൽ 5/2 ഹോൾ ക്യൂബ് എന്ന് എഴുതാം. ഏതാണോ സൗകര്യം അത് നിങ്ങൾ ചെയ്യുക. 196.25 മൈനസ് ഇവിടെ ഒന്നും ഒരു ക്യാൻസലേഷൻ പോസിബിൾ അല്ല. അതൊക്കെയാണ് ഈ വോളിയത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് വരിക. 2.5ൻ്റെ ക്യൂബ് എടുക്കണം. 2.5ൻ്റെ ക്യൂബ് എടുക്കണം. അതായത് 25 × 25 × 25 ചെയ്യണം. കാരണം 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം 2.5 ക്യൂബ്. അപ്പോൾ 25 × 25 625 ആണ്. 625ന് എന്ത് ചെയ്യണം? 25 × 25 × 25 ചെയ്തിട്ട് അവസാനം നമുക്ക് ഡെസിമൽ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ 2.5 ക്യൂബിലോട്ട് എത്തും. അപ്പോൾ 25 × 25 625 ആണ്. അതിനെ വീണ്ടും ഒരു 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇനി മൊത്തം എത്ര? 2.5 അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ഡെസിമൽ പോയിൻറ്റ്, ഇവിടെ ഒരു ഡെസിമൽ പോയിൻറ്റ്, ഇവിടെ ഒരു ഡെസിമൽ പോയിൻറ്റ്, 3 എണ്ണം, 1 2 3, 15.625 ആണ് വരിക. 15.625 ആണ് വരിക. ഇനി നിങ്ങൾക്ക് എന്താണ് ഇത് ബുദ്ധിമുട്ടാണ് മക്കളെ. ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് 2? ഇതിങ്ങനെ 2 × 3.14 × 15.625 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണമല്ലോ. എന്താണ് 2 × 3.14? 6.28. അപ്പോൾ 6.28നെയും 15.625നും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം 2 × 3.14 6.28 ആണല്ലോ. അതായത്
15,625നെയും 600 ഇവിടത്തെ കിട്ടി 6.28 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് അവസാനം നമുക്ക് ഡെസിമൽ പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് 15,625 ബേക്കിൽ ചെയ്യാൻ ഞാൻ 15,625 6.28 അതായത് 628 കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് അവസാനം ഡെസിമൽ പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പം 12 ചെക്ക് ചെയ്യണേ മക്കളെ. എവിടെ ചെക്ക് ചെയ്യണ്ടേ? വേണേ ചെയ്യാൻ ദൈവം നമ്പറാണ് അറിയാം ശരിയാണെന്ന്. This is your answer, and here 2 decimal point, here 3 decimal point. So here 3 decimal point were there, here 2 decimal point. So 2 plus 3 5. So 1 2 3 1 2 3 4 5 ഇവിടെയാണ് പോയിന്റ് വരിക. anyway check the answer whether it is right or not. അപ്പം നമുക്ക് കിട്ടിയ ആൻസർ ഇതിങ്ങനെയാണ്. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 98.125 00 നമ്മൾ ഒഴിവാക്കി, കാരണം പോയിന്റ് കഴിഞ്ഞിട്ടുള്ള 0 നമുക്ക് കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ഡിവൈഡ് ബൈ ഈ 3 അതുപോലെ. ഇനി നമുക്ക് ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പിന്നെ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ശരിക്കും ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് സമയം ഒട്ടും കിട്ടുന്നില്ല. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഐഡിയ ചെയ്യാൻ, നിങ്ങൾക്ക് എവിടെ കൊണ്ട് നിർത്തുന്നോ അവിടെ നിങ്ങൾ നിർത്തിയിട്ട് കുറച്ച് ലീവ് ചെയ്തിട്ട് അവസാനം ഇങ്ങനത്തെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോഴേ എക്സാം എഴുതുമ്പോൾ തന്നെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ സമയം കിട്ടില്ല. അത് നിങ്ങളുടെ ഔചിത്യം അനുസരിച്ച് നിങ്ങൾക്കറിയാമല്ലോ, 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് അറിയാമല്ലോ എങ്ങനെ ടൈം കീപ്പ് ചെയ്യണമെന്ന്. അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഇനിയിപ്പം വീണ്ടും പറയുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ എഴുതി ഒരു ഇവിടം വരെയൊക്കെ എത്തി എന്ന് വിചാരിക്കാം. ഇവിടം വരെയൊക്കെ എത്തിയെങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഇവിടെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വരെ ചെയ്തു, പിന്നെ നിങ്ങൾക്ക് ഒട്ടും സമയം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആ കാൽക്കുലേഷന് വേണ്ടി കുറച്ച് സ്പേസ് ലീവ് ചെയ്യൽ അവസാന സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. ചിലപ്പം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഒരു 1 മാർക്ക് അല്ലെങ്കിൽ 1/2 മാർക്ക് പോകുള്ളൂ. പക്ഷേ നമ്മൾ അത് ചെയ്തുകൊണ്ടിരുന്ന് ബാക്കിയുള്ള ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതാണ്ടിരുന്നാൽ 4 മാർക്ക് പോകും. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇനിയിപ്പം ഇവിടെ ഇത് ഡിവൈഡ് ബൈ 3 ചെയ്യണം. അപ്പോൾ തീരെ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഞാനൊരു ഐഡിയ ചെയ്യാം. നിങ്ങൾക്ക് ഇതിനെ പ്രോപ്പറായിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ അങ്ങനെ തന്നെ ചെയ്യുക, ഇത് ചെയ്യരുത്. ഇനി അതല്ലെങ്കിൽ എക്സാമിന് ചെയ്യാൻ പറ്റുന്ന തീരെ സമയമില്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞു തരാം ഞാൻ. നോക്കാം, തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രം ഈ ഐഡിയ ഉപയോഗിക്കാം. തീരെ സമയം കിട്ടുന്നില്ലെങ്കിൽ ഇത് ജസ്റ്റ് ഇതിന് 98.125നെ 3 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊന്ന് ആഡ് ചെയ്തിരിക്കുക, ഡിജിറ്റ്സ് ആഡ് ചെയ്തിരിക്കുക, 9 കിട്ടും, 17 12 20 25 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. സോ ഇതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിജിറ്റ്സ് ആഡ് ചെയ്തിട്ടാണല്ലോ 3ൻ്റെ ഡിവിസിബിലിറ്റി ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യുന്നത്. 3ൻ്റെ ഇതിനെ 3 കൊണ്ട് ഡിവിസിബിൾ ആണോ, കംപ്ലീറ്റ് ഡിവിസിബിൾ ഇതിനെ 3 കൊണ്ട് കംപ്ലീറ്റ് ഡിവിസിബിൾ ആണോ എന്നറിയാൻ വേണ്ടി ഡിജിറ്റ്സ് ആഡ് ചെയ്തിട്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഡിവിസിബിൾ അല്ല എങ്കിലും നമ്മളൊന്ന് ക്യാൻസൽ ചെയ്യാൻ നോക്കുന്നു. ഓക്കെ, ചെയ്യാൻ പറ്റില്ല, അത് അറിഞ്ഞുകൊണ്ട് തന്നെ നോക്കാം. ഇൻ 9 ഹൗ മെനി 3 3s are 9, 8 ഹൗ മെനി 3 2 3s are 8, റിമൈൻഡർ എത്ര ഉണ്ട് 7 8 2 21 വന്നു. 21 എത്ര 7, ഈ 2ൽ 3 ഉണ്ടോ ഇല്ല, അതുകൊണ്ട് 0 ഇട്ടു. നമ്മൾ സാധാരണ ക്യാൻസൽ ചെയ്യുന്ന പോലെ. അപ്പോൾ 25 എടുത്തു. 25 എത്ര തരുന്നു 6 3 2 7 3 N3 24. ഇനി ബാക്കി ഉണ്ട്, ശരിക്കും റിമൈൻഡർ വന്നു. പക്ഷെ നമ്മൾ അങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നു ആൻസർ. ശരിക്കും ഇവിടെ തീരുന്നില്ലല്ലോ, കംപ്ലീറ്റ് ഡിവിസിബിൾ ആവുന്നില്ല, പക്ഷെ അങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. അപ്പോൾ 196.25 മൈനസ് 32.708 എന്ന് വന്നു. ഇതിന് നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യുക. അപ്പം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ആൻസർ അല്ല നിങ്ങൾക്ക് കിട്ടുക. ഞാൻ പറഞ്ഞുതരാം. 196.25 ഒരു 0 ഇട്ടേക്കാം നമുക്ക്. കാരണം ഇവിടെ 2 ഡെസിമൽ പൊസിഷനുള്ളൂ, ഇവിടെ 3 എണ്ണം ഉള്ളൂ, അതുകൊണ്ട് 3 എണ്ണം ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ 0 ഇട്ടത്. എന്നിട്ട് 32.708 ചെയ്തു. 2 ഇവിടെ 4 ഇവിടെ ഓക്കെ വേണ്ടോ. ഓക്കെ 9 10 11 5 2 3 പിന്നെ 3 6 1. So answer is what? 163.542. ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ് കിട്ടിയത്. ഇനി ബ്രാക്കറ്റിൽ വേണമെങ്കിൽ നിങ്ങളൊന്ന് അപ്രോക്സിമേറ്റ്ലി എന്ന് എഴുതിക്കോളൂ. കാരണം ഇവിടെ നമ്മൾ ചെറിയൊരു അപ്രോക്സിമേഷൻ നടത്തിയല്ലോ. ഓക്കെ, പക്ഷേ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ ചെക്ക് ചെയ്ത് നോക്കൂ. ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ 163.54 ആണ്, നമുക്ക് 163.542 ആണ്. വളരെ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് ആണ്. ഇതിലെന്തായാലും നിങ്ങൾക്ക് മാർക്ക് കുറയില്ല. അപ്പം ഇങ്ങനെ ചെറിയ അപ്രോക്സിമേഷൻ നടത്താം. പക്ഷേ ഒരു ഗതി ഇല്ലെങ്കിൽ മാത്രം ഇതിന് പോകുക. പക്ഷെ ചെയ്യാവുന്ന കാര്യമാണിത്. പക്ഷെ വലിയൊരു അപ്രോക്സിമേഷൻ നടത്തി വലിയ വാസ്റ്റ് ഡിഫറൻസ് ഒന്നും ഉണ്ടാക്കരുത്. ചെറിയ അപ്രോക്സിമേഷനൊക്കെ നടത്താം. നമുക്ക് ഇനിയുള്ള പ്രോബ്ലങ്ങൾ ചിലതിലൊക്കെ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും.
see, so I'm going to wind up this video session. We have discussed example 5 and example 6, and please practice it twice. And as I mentioned, both questions are very important since it came under volume, concept of volume. You have to give much importance because calculation is a little bit difficult, concept is a little bit standard when we compare to the previous section, because here we are supposed to use some r cube, 3 times multiplication. It will take some time, so you have to practice again and again. എന്നിട്ട് നിങ്ങൾ സ്പീഡാക്കുക, എന്നിട്ട് മാത്രമേ സ്പീഡാക്കാൻ പറ്റുള്ളൂ. സ്പീഡാക്കുക. ഒരു 5 മിനിറ്റിൽ കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി പ്രാക്ടീസ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ നന്നായി പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ ക്ലോക്ക് എടുക്കുക, 5 മിനിറ്റ് ടൈം സെറ്റ് ചെയ്യുക, അതിനുള്ളിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് തീരുന്നുണ്ടോ നോക്കുക. അങ്ങനെയൊക്കെയാണ്, അങ്ങനെയുള്ള പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നൗ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ്. താങ്ക് യു ഫോർ സ്റ്റേ വിത്ത് മീ. ഇത്രയും ഒരു ലോങ് ടൈമിൽ എൻ്റെ കൂടെ നിന്നതിന് താങ്ക്സ് പറയുന്നു. Stay safe. Bye bye. Take care and wait for the next video.